അപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ അല്ലേലും ഒരാഴ്ചയ്ക്കുള്ളിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ വിരാമം നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ അമേരിക്കൻ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഈ യുദ്ധത്തിനായിട്ട് അമേരിക്കൻ പണം ഇനി ചെലവാക്കത്തില്ല, ഇമ്മീഡിയറ്റ്ലി ഫ്രീസ് ചെയ്തിരിക്കുകയാണ് യുക്രൈനുള്ള എല്ലാ പണസഹായങ്ങളും. പണസഹായങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫൈനലി യുദ്ധ കോപ്പുകൾ മേടിക്കുവാനുള്ള സഹായമായിരുന്നു. $175 ബില്യൺ അമേരിക്ക യുക്രൈന് കൊടുത്തത്. ഇന്ത്യയിലെ ഡിഫൻസ് ബഡ്ജറ്റ് എത്രയാണെന്നറിയാവോ? $75 ബില്യൺ. അതായത് യുക്രൈനെ കൊണ്ട് റഷ്യയെ താറടിപ്പിക്കാനുള്ള ഒരു അമേരിക്കൻ ശ്രമമാണ് ഓൾ ഓഫ് എ സഡൻ പങ്ക്ചറായിപ്പോയത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഡിസിഷൻ കാരണം. അത് യുക്രൈനു വേണ്ടി മാത്രമല്ല, മറ്റുള്ള എല്ലാ യുദ്ധങ്ങൾക്ക് വേണ്ടിയുള്ള ഫ്രീസ് നടത്തിയിരിക്കുകയാണ് എക്സെപ്റ്റ് ഫോർ ഇസ്രായേൽ ആൻഡ് ഈജിപ്റ്റ്. പിന്നെ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ അമേരിക്ക ഒരു വിട്ടുവീഴ്ചയും നടത്തത്തില്ല. ദേ വിൽ എൻഷുർ ദാറ്റ് ഇസ്രായേൽ വിൻസ് എനി വാർ. ഇസ്രായേൽ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ പോലും ഒരു സ്റ്റേറ്റിൻ്റെ രീതിയിൽ തന്നെയാണ് അമേരിക്ക ഇസ്രായേലിനെ കൺസിഡർ ചെയ്യുന്നത്. അതിനെപ്പറ്റി ഒരു രണ്ട് ഒപ്പീനിയൻ്റെ ആവശ്യം പോലും ഇല്ല. പക്ഷേ റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ ലോകത്തിൻ്റെ ഗതി തന്നെ മാറിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഡിസിഷൻ കാരണം. അതെന്താണെന്നുള്ളത് നമുക്ക് വിശകലനം ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, 2022 ഫെബ്രുവരി 24 റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയത്. ആ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ലോകത്തിലെ സ്റ്റോക്ക് മാർക്കറ്റ്സ് എല്ലാം കൂടെ ഇടിഞ്ഞ് താഴെ വീണു. നമ്മുടെ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ്സും കൂടെ ഇടിഞ്ഞ് താഴെ വീണായിരുന്നു. അന്നേരം ആ ഒരു ഇടിയുടെ ആ ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അത് റിവേഴ്സ് ആകണമല്ലോ. അത് കംപ്ലീറ്റ്ലി റിവേഴ്സ് ആയിട്ടില്ല ഇതുവരെ. ഫോർ എക്സാമ്പിൾ, ലോകത്തിൽ പല ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആ ചേഞ്ചസിൽ കൂടെ ആ ഇമ്പാക്റ്റ് ഇച്ചിരിയൊക്കെ റിവേഴ്സ് ആയിട്ടുണ്ട്. പക്ഷേ ഈ യുദ്ധം പൂർണ്ണമായിട്ട് നിന്നു കഴിഞ്ഞാൽ ആ ഇമ്പാക്റ്റ് റിവേഴ്സ് ആകും. അതെന്താണെന്നറിയാവോ? റഷ്യയുടെ മേൽ അമേരിക്കയും യൂറോപ്യൻ നേഷൻസും കൂടെ അതിഭീമമായ സാങ്ഷൻസ് ഏർപ്പെടുത്തിയായിരുന്നു. അമേരിക്കയിലെ കമ്പനികളെല്ലാം റഷ്യയിൽ നിന്ന് വിഡ്രോ ചെയ്തു. യൂറോപ്യൻ കമ്പനീസ് റഷ്യയിൽ നിന്ന് വിഡ്രോ ചെയ്തു. റഷ്യയിൽ നിന്ന് റഷ്യയുടെ ഒത്തിരി ഡോളേഴ്സ് ഇല്ലേ അമേരിക്ക ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്വിഫ്റ്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ റഷ്യയുടെ എക്കണോമിയെ തളർത്തുവാനായിട്ട് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും കൂടെ ചെയ്ത ഒരു പരിപാടിയാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ അതെല്ലാം അങ്ങ് റിവേഴ്സ് ആകും. ട്രംപിൻ്റെ ഈ ഡിസിഷൻ കാരണം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ് പുടിൻ. പുടിൻ ഇപ്പം ഡാൻസ് ചെയ്യുകയായിരിക്കും ട്രംപ് ഈ ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ട്. അന്നേരം ഈ സാങ്ഷൻസ് എല്ലാം റിവേഴ്സായിട്ട് ഒരു നോർമാലിറ്റി എസ്റ്റാബ്ലിഷ് ആകും. അന്നേരം ട്രംപ് വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ലോകത്തിലെ എല്ലാ പെട്രോളിയം എക്സ്പോർട്ടിങ് കൺട്രീസും പെട്രോൾ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയ്ക്കണമെന്നുള്ള ഒരു ഡിമാൻഡും കൂടെ ട്രംപിനുണ്ട്. അതും കൂടെ നടന്നിരിക്കും. ബിക്കോസ് ഇപ്പം പുടിനും ട്രംപും കൂടെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, പുടിനും ട്രംപും കൂടെ ഭയങ്കര കൂട്ടുകെട്ടാണെന്നുള്ള കാര്യം. അന്നേരം പുടിനും ട്രംപും കൂടെ ജോയിൻ്റ് ടീമായി മാറും. ട്രംപിൻ്റെ ഒരു ട്വീറ്റല്ല, ട്രംപിന് വേറെ ഒരു ട്വിറ്റർ പോലെ വേറെ ഒരു അക്കൗണ്ടുണ്ട്, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ. അത് ട്രംപിൻ്റെ തന്നെ ഒരു സാധനമാണ്. അതിനകത്ത് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, റഷ്യക്കാരെ ഞാൻ സ്നേഹിക്കുന്നു, റഷ്യക്കാരുടെ കൂടെ ചേർന്നിട്ടാണ് നമ്മൾ സെക്കൻഡ് വേൾഡ് വാർ ജയിച്ചത്. അന്നേരം റഷ്യയ്ക്ക് വിരുദ്ധമായിട്ട് നമ്മൾ ഈ കാണിച്ച കാര്യങ്ങളെല്ലാം ഒരു തരം ചതിയായിരുന്നു റഷ്യയ്ക്ക് വിരുദ്ധമായിട്ട്. ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്തുവെന്നറിയാവോ? യുക്രൈൻ്റെ കുറേ സ്ഥലങ്ങളൊക്കെ റഷ്യ പിടിച്ചില്ലേ, അതൊക്കെ റഷ്യയുടെ കയ്യിൽ തന്നെ ഇരിക്കും. സെലൻസ്കിക്ക് വലിയ ദുഃഖം തോന്നത്തില്ല, ബിക്കോസ് സെലൻസ്കിക്ക് അറിയാം വരുവാനുള്ള പ്രശ്നം. പക്ഷേ സെലൻസ്കിയും ഈ യൂറോപ്യൻ കൺട്രീസും യുക്രൈൻകാരെ ഇങ്ങനെ കള്ളം പറഞ്ഞ് പറ്റിച്ച കുറേ സംഭവമുണ്ടല്ലോ. ഇപ്പോൾ യുക്രൈൻകാരൻ്റെ ഒക്കെ തലയ്ക്ക് ഇച്ചിരി വെളിവ് വരും. അന്നേരം ഇതായിരുന്നു കേസ് ഇല്ലേ, അന്നേരം അങ്ങനെ മനസ്സിലാകും. പക്ഷേ ലോകത്തിൻ്റെ എക്കണോമി കമ്പാരിറ്റീവ്ലി ഒന്ന് ഭേദമായിട്ട് വരും.
നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ വില ഇടിഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി നടക്കാൻ പോകുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷന് ഒരു വിരാമം വരും. ഇൻഫ്ലേഷനെ പിടിച്ച് കൺട്രോൾ ചെയ്യും ക്രൂഡ് ഓയിലിൻ്റെ വില കുറച്ച് കഴിഞ്ഞാൽ. അതെന്താണെന്നറിയാം, ബിക്കോസ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻസ് എല്ലാം എണ്ണയുടെ ബേസിസിലാണ് പോകുന്നത്. നമ്മളിപ്പം ലോറിയോ അല്ലെങ്കിൽ ബസ്സും കാറും സ്കൂട്ടറും ഇതൊക്കെ ഓയിൽ ബേസ്ഡാണ്. നമ്മൾ വിയിലോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1% പോലും പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത് ലോകത്തിലെ എല്ലാ എക്കണോമിയിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞു കഴിയുമ്പോൾ ഇൻഫ്ലേഷന് ഒരു കൺട്രോൾ വന്നിരിക്കും. ട്രംപിൻ്റെ വെറും 2 ഡിസിഷനാണ്. ഒരെണ്ണം യുദ്ധം നിർത്തുക, വേറെ ഒരെണ്ണം ക്രൂഡ് ഓയിലിൻ്റെ വില കുറയ്ക്കുക. ഈ 2 ഡിസിഷനിൽ ലോകം ഒരു തരം ലെവലിലേക്ക് വരും, സമാധാനത്തിലേക്ക് വരും. ആ ജോ ബൈഡൻ കാണിച്ചിരിക്കുന്ന കുറേ വൃത്തികേടുണ്ടായിരുന്നല്ലോ, അത് ജോ ബൈഡൻ അല്ല കാണിച്ചത്, ജോ ബൈഡൻ്റെ റിയൽ ചരട് വലിക്കുന്നവന്മാരാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അന്നേരം അവർക്കെല്ലാം ഒരു കൺട്രോൾ വന്നു. ഇനിയും വേറെ ഒരു കാര്യമുണ്ട്, ഈ ട്രംപിനെ തട്ടിക്കളയാതിരിക്കാൻ നോക്കേണ്ടത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ബിക്കോസ് ഈ തോൽവി സമ്മതിക്കാൻ ഇച്ചിരി വിഷമമുള്ള ആൾക്കാരാണ് ഈ ഡീപ്പ് സ്റ്റേറ്റിലെ ആൾക്കാർ. അന്നേരം നമ്മുടെ കെന്നഡി സാറിനെ തട്ടിക്കഴിഞ്ഞ പോലെ ട്രംപിനെ കൂടെ തട്ടാനുള്ള ഒരു ചാൻസും കൂടെ ഉണ്ട്. നമുക്ക് വേറെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ, നേരത്തെ ഇലക്ഷന് തന്നെ ട്രംപിൻ്റെ ചെവിയിൽ കൂടെ ഒരു ബുള്ളറ്റ് പോയ കേസ് നമുക്കറിയാമല്ലോ. അങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കാൻ നമ്മൾ ലോകക്കാരെല്ലാവരും കൂടെ പ്രതീക്ഷിച്ച് വെച്ച് ഇരിക്കാം, പ്രാർത്ഥിക്കാം. അതിൽ കൂടുതലൊന്നും ചെയ്യുവാനില്ല. ട്രംപ് വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞു, യുക്രൈൻ ഷുഡ് നോട്ട് ഹാവ് ഫോട്ട് ബാക്ക് വിത്ത് റഷ്യ. റഷ്യയുടെ ആക്രമണത്തിന് വിരുദ്ധമായിട്ട് യുക്രൈൻ പോയിട്ട് റഷ്യയുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി ഒരു കാര്യവും ഇല്ലായിരുന്നു എന്ന്. അന്നേരം നമ്മളിപ്പം ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് ഫൈറ്റ് ചെയ്യരുതെന്നാണോ നിയമം? അങ്ങനെയല്ല. നമ്മൾ ഫൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ മോദിജി പറഞ്ഞ പോലെ ആത്മനിർഭർ ആയിരിക്കണം. ഇപ്പം നമുക്ക് ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയൽക്കാരൻ്റെ വീട്ടിലെ പട്ടാളം വരുത്തിയിട്ട് അല്ലെങ്കിൽ അയൽക്കാരൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എടുത്തിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. ചിലപ്പോൾ അയൽക്കാരനങ്ങ് പിൻവലിക്കും. അമേരിക്കയൊക്കെ പുതിയൊരു കാര്യമല്ല പറഞ്ഞിട്ട് വാക്ക് മാറുക. അമേരിക്ക പണ്ടും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. അന്നേരം ഈ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും വാക്ക് കേട്ടിട്ടല്ലേ സെലൻസ്കിയും യുക്രൈനും കൂടെ റഷ്യയുമായിട്ട് യുദ്ധത്തിന് പോയത്. അത് മഹാമണ്ടത്തരമായിരുന്നെന്നാണ് ട്രംപ് പറഞ്ഞത്. അത് ശരിയാണ്. ഇപ്പോൾ അങ്ങനെ ഒരു രാജ്യമാണ് തൈവാന്. തൈവാൻ്റെ പുറകിന് അമേരിക്കയൊക്കെ നിൽക്കുന്നതെന്നൊക്കെ പറയാം. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൈന അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ അമേരിക്കയോ ജപ്പാനോ കൊറിയയോ ഒന്നും ചെയ്യത്തില്ല. ചിലപ്പം യുണൈറ്റഡ് നേഷൻസിൽ പോയിട്ട് വല്ലതുമൊക്കെ പറയും, അല്ലെങ്കിൽ അങ്ങനെ ചില പോസ്ചറിങ്സ് ഒക്കെ കാണിച്ചെന്നിരിക്കും. പക്ഷെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അന്നേരം ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം മനസ്സിലായിരിക്കണം, ഇപ്പോൾ നമ്മൾ വേറെ ഒരു പാർട്ടിയുമായിട്ട് യുദ്ധത്തിന് പോകണമെങ്കിൽ നമുക്ക് തന്നെ ആ മസിൽ പവർ വേണം. അല്ലെങ്കിൽ വല്ലവൻ്റെ മസിൽ പവർ വിചാരിച്ചിട്ട് നമ്മൾ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തോൽവി വരും. പ്രത്യേകിച്ച് അമേരിക്ക പോലെയുള്ള ഒരു കൺട്രിയുടെ ഒരു ബേസിസിൽ. അത് എല്ലാവർക്കും പഠിച്ചിരിക്കേണ്ട ഒരു പാഠമാണ്. ട്രംപിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് റിവേഴ്സായിട്ട് പുട്ടിൻ്റെയും കുറേ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ വന്നിട്ടുണ്ട്. അന്നേരം പുട്ടിനും നല്ല രീതിയിലുള്ള ഫുട്ബോൾ കളിക്കാരനാണ്. ട്രംപിൻ്റെ ഷോട്ടിന് പറ്റിയ ഒരു റിപ്ലൈയും കൂടെ തന്നിട്ടുണ്ട്. അത് എന്താണ് പുടിൻ തന്നത്? പുടിൻ പറഞ്ഞത് 2020 ഇലക്ഷന് ജോ ബൈഡൻ്റെ പകരം ട്രംപ് ആയിരുന്നെങ്കിൽ ജയിച്ചെങ്കിൽ ഈ യുദ്ധമേ നടക്കത്തില്ലായിരുന്നു. അങ്ങനെ ട്രംപിനെ അങ്ങ് വാനോളം പുകഴ്ത്തി. എന്നിട്ട് പറഞ്ഞത് 2020 US ഇലക്ഷനകത്ത് ട്രംപിനെ ഇവരെല്ലാവരും കൂടി ചതിച്ചതാണ്, ട്രംപാണ് റിയൽ വിന്നർ. അന്നേരം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ട്രംപും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രംപിനും അങ്ങ് സന്തോഷം തോന്നി. അത് കഴിഞ്ഞിട്ട് പുടിൻ പറയുന്നത്, എനിക്ക് ട്രംപിനെ കാണുവാനായിട്ട് വളരെ ആകാംക്ഷയുണ്ട്, ഏറ്റവും വേഗം ട്രംപുമായിട്ടുള്ള ഒരു സബ്മിറ്റ് മീറ്റിംഗ് നടത്തണം, അത് കഴിഞ്ഞിട്ട് ലോകം സാധാരണ ക്രമത്തിൽ വന്ന് ചേരുമെന്നാണ് പുടിൻ്റെ വിചാരം. നമുക്ക് പ്രത്യാശിക്കാം, ആശിക്കാം, ലോകം നോർമലി കയറി വരുമെന്നുള്ള ഒരു ചിന്തയിൽ നമുക്ക് എല്ലാവർക്കും ട്രംപിനും പുടിനും ആശംസകൾ കൊടുക്കാം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി വീണ്ടും കണ്ടുമുട്ടുന്നിടം വരെ നമസ്കാരം.